പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ഇവിടെ പരിശ്രം ഇക്കായി 2 യൂണിറ്റ് 2 പരിശ്രം എന്ന യൂണിറ്റ് 2-ലെ പരിശ്രം എന്ന ഭാഗത്ത് നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്ന കഹാനിയാണ്. അതായത് ഇവിടെ ഗാന്ധിജിയുടെ പരിശ്രമത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പരിശ്രമം എത്രമാത്രം പരിശ്രമം ചെയ്താലാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കുക എന്നാണ് പറഞ്ഞത്. കുछ लोग सफलता के केवल सपने देखते हैं जबकि अन्य व्यक्ति जागते हैं और कड़ी मेहनत करते हैं. കടി മെഹനത്ത് കർണ എന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുക. കേവൽ സപ്പനെ ദേഖത്തെ ഹെ പറഞ്ഞാൽ കേവലം സ്വപ്നം കണ്ടിരിക്കുക. അതായത് കുറച്ച് ആളുകൾ സഫലത നേടുന്നത് കേവലം സ്വപ്നം കണ്ടിരിക്കുന്നു. അന്യ വ്യക്തി ജാഗത്തേഹെ, മറ്റു ചിലർ എന്ത് ചെയ്യുന്നു? ജാഗത്തേഹെ, ഉണർന്നിരുന്നിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നു. ഉണർന്നിരുന്ന് കഠിനമായി പ്രയത്നിക്കുന്നവർക്കാണ്, പരിശ്രമിക്കുന്നവർക്കാണ് വിജയം നേടാൻ സാധിക്കുന്നത് അല്ലേ? അപ്പം എല്ലാവരും എങ്ങനെ ചെയ്യണം? നന്നായിട്ട് പരിശ്രമിക്കുക. അതാണ് ഈ പരിശ്രം എന്ന പാഠത്തിലൂടെ പറയുന്നത്. അത് ഇവിടെ ഗാന്ധിജിക്ക് നമുക്ക് കഥ എന്നത് ഒരു കഹാനിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കഹാനിയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇത് എഴുതിയത് ഉദയ് വാജ്പേയി ആണ്. एक राजा के 3 बेटियां थी. तुम चाहे तो उस राजा की 4 बेटियां भी हो सकती है उसी कहानी में. राजा ने उनसे पूछा कि वे उन्हें कितना प्यार करती है. पहली ने कहा, मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. राजा ने खुशी से सिर हिला दिया. एक राजा के 3 बेटियां थी. ഒരു രാജാവിന് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ബേട്ടിയ പെൺകുട്ടികൾ. തും ചാഹേ തോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഉസ് രാജാക്ക്, ആ രാജാവിന്, 4 ബേട്ടിയാ ബി ഹോ സക്തി ഹെ ഇസി കഹാനി മേ, ആ രാജാവിന് 4 പെൺകുട്ടികൾ വരെ ഉണ്ടാവാൻ കഴിയും ഇസി കഹാനിമേ, ഈ കഥയിൽ. അതായത് ഈ കഥയിൽ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രാജാവിന് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ കഥയിൽ 4 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നും വേണമെങ്കിൽ പറയാമെന്ന്. മനസ്സിലായില്ലേ? രാജാനെ ഉൻസെ പൂച്ചാ കി വേ ഉനെ കിത്തനാ പ്യാർ കർത്തി ഹെ. രാജാനെ, രാജാവ്, ഉൻസെ, അവരോട്, പൂച്ച, ചോദിച്ചു, എന്തെന്നാൽ, വേ ഉനേം, അവർ, അദ്ദേഹത്തിനെ, കിത്തന, എത്രമാത്രം, പ്യാർ കർത്തി ഹെ, സ്നേഹിക്കുന്നു. അതായത് രാജാവ് ഈ കുട്ടികളോട് ചോദിച്ചു, വേ ഉനെ കിത്തന പ്യാർ കർത്തി ഹെ, അവർ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. പഹലീനെ കഹ, ഒന്നാമത്തെ ആൾ പറഞ്ഞു, മേം തുമേം ഉത്തനാ സാരാ പ്യാർ കർത്തി ഹോം ജിത്തനാ ബഡാ സൂരജ് ഹോ. ഒന്നാമത്തെ ആൾ പറയാണ്, സൂര്യൻ എത്രമാത്രം വലുതാണോ അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. മേം, ഞാൻ, തുമേം, നിങ്ങളെ, ഉത്തനാ സാര, അത്രയും അധികം, പ്യാർ കർത്തി ഹോം, സ്നേഹിക്കുന്നു, ജിത്തനാ ബഡാ സൂരജ് ഹോ, വലിയ സൂര്യനെ പോലെ, സൂര്യൻ എത്രമാത്രം വലിപ്പമുണ്ടോ അത്രയും വലുതായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. രാജാനെ ഖുശീസെ സിർ ഹിലാ ദിയ, രാജാവിന് സന്തോഷമായി. രാജാനെ ഖുശീസെ, രാജാവ് സന്തോഷത്തോടെ, സിർ ഹിലാ ദിയ, തലയിളക്കി. ഹിലാന, ഇളക്കുക, ഹിലാദിയ, ഇളക്കി. ദൂസരീനെ കഹ, രണ്ടാമത്തെ ആൾ പറഞ്ഞു, മേം തുമേം ഉത്തനാ ചാത്തി ഹും, ഞാൻ നിങ്ങളെ ഇത്രമാത്രം ആഗ്രഹിക്കുന്നു, ഇത്രമാത്രം സ്നേഹിക്കുന്നു,
ജിത്തനെ ചാന്ദ് സിത്താരെ ആസ്മാൻ മേ ഹേ, എത്രമാത്രം ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ് ആകാശത്തിലുള്ളത്, ആകാശത്തിലുള്ള ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അത്ര അധികം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ജിത്തനെ ചാന്ദ്, ചാന്ദ് ചന്ദ്രൻ, സിത്താരെ നക്ഷത്രം, ആസ്മാൻ ആകാശം, ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെ ചന്ദ്രനെ പോലെ അത്രയും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. രാജാനെ ഖുശീസെ സിർ ഹിലായ, രാജാവിന് സന്തോഷമായി, രാജാവ് സന്തോഷത്തോടെ സിർ ഹിലായ തലയിളക്കി. അവർ തീസരി ബേട്ടിക്ക് തരഫ് ദേക്ക, മൂന്നാമത്തെ മകളുടെ നേരെ നോക്കി. തീസരി ബേട്ടി മൂന്നാമത്തെ മകൾ, തരഫ് നേരെ, മൂന്നാമത്തെ മകൾക്ക് നേരെ, ദേക്ക നോക്കി. തീസരി ചുപ്പ് ഗഡീതി, മൂന്നാമത്തെ ആൾ നിശബ്ദയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ചുപ്പ് ഗഡി, മിണ്ടാതെ നിൽക്കുകയായിരുന്നു. വഹ് ബോലി, അവൾ പറഞ്ഞു, मैं तुम्हें गाने में नमक जितना प्यार करती हूँ. അവൾ എന്താ പറഞ്ഞത്? മേം, ഞാൻ നിങ്ങളെ, ഗാനേമേ നമക്ക്, ഭക്ഷണത്തിലെ ഉപ്പ് പോലെ, ഭക്ഷണത്തിൽ ഉപ്പിന് എത്രമാത്രം പ്രാധാന്യമുണ്ടോ ഭക്ഷണത്തിലെ ഉപ്പിനെ പോലെ, പ്യാർ കർത്തീഹും സ്നേഹിക്കുന്നു. ഉപ്പിടാതെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂല അല്ലെ? അപ്പൊ ഭക്ഷണത്തിലെ ഉപ്പിനെ പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാണ്. കഹാനി ലംബി ചൽത്തി ഹെ, കഥ അങ്ങനെ നീണ്ടു പോകുന്നു. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി ആത്ത, പഹലെ ആദ്യം രാജാവിന്, യഹ് ജവാബ് ഈ മറുപടി, പസന്ത് നഹി ആത്ത ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്തമേം, പക്ഷേ കഹാനിയുടെ അവസാനത്തിൽ, ഈ കഹാനിയുടെ അവസാനത്തിൽ, വഹ് രാജ ആ രാജാവ്, ഗാനേമേം തഥാ ജീവന്മേം ഭക്ഷണത്തിലും അതുപോലെ തന്നെ ജീവന്മേം ജീവിതത്തിലും, നമക്ക് കെ മഹത്വ കോ സമജ് ജാത്താ ഹെ, ഉപ്പിന്റെ പ്രാധാന്യം, ഉപ്പിന്റെ മഹത്വം മനസ്സിലാക്കുന്നു. തബ് അപ്പനി ചോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹെ, അപ്പോൾ തൻ്റെ ചെറിയ മകളുടെ സ്നേഹത്തിന്റെ ആഴം, ഗഹരായി ആഴം, അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. എത്രമാത്രം ആഴത്തിലാണ് തൻ്റെ ചെറിയ മകൾ തന്നെ സ്നേഹിക്കുന്നത് എന്ന് രാജാവ് മനസ്സിലാക്കുന്നു, ഉപ്പിന്റെ മഹത്വം മനസ്സിലാക്കിയതിന് ശേഷം. तुम ध्यान से पढ़े तो पाओगे कि यह कहानी न तो राजा की है न उसकी पसंद की, यह कहानी न उसकी बेटियों के बारे में है न उनके कहने के बारे में, एक नमक की कहानी है. महात्मा गांधी ने भी एक नमक की कहानी लिखी थी. തും ധ്യാൻ സേ പഠോ തോ, നിങ്ങൾ ഇത് ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ, വായിക്കുകയാണെങ്കിൽ, പാവോകെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പാവോകെ മനസ്സിലാക്കാൻ സാധിക്കാം. എന്തെന്നാൽ യഹ് കഹാനി ഈ കഹാനി ന തോ രാജാ കി ഹെ രാജാവിൻ്റെതല്ല, അതായത് ഇത് രാജാവിൻ്റെ കഥയല്ല, ന ഉസ്കി പസന്ത് കി അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്റെ കഥയും അല്ല. യഹ് കഹാനി ന ഉസ്കി ബേട്ടിയോ കെ ബാരെ മേ ഹെ, ഈ കഹാനി അദ്ദേഹത്തിന്റെ കുട്ടികളെ കുറിച്ചുള്ളതുമല്ല, പെൺകുട്ടികളെ കുറിച്ചുള്ളതുമല്ല. ന ഉൻകെ കഹനെ കെ ബാരെ മേ, ആ കുട്ടികൾ അതായത് രാജാവിന്റെ മക്കൾ അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യത്തിനെ കുറിച്ചുള്ളതും അല്ല. ഉൻകെ കഹനേക്കെ, അവരുടെ, കഹന പറഞ്ഞ പറച്ചിൽ, അതായത് അവര് ഇഷ്ടത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവരുടെ ഇഷ്ടത്തിന്റെ ആ പറച്ചിലിനെ, ബാരേമേ അതിനെ കുറിച്ച്, അതിനെ സംബന്ധിച്ചുള്ളതും അല്ല. യഹ് നമക് കി കഹാനി ഹേ, പിന്നെ ഇതെന്താണ്? ഇത് നമക് കി കഹാനി ഹേ, ഉപ്പിന്റെ കഹാനിയാണ്. മഹാത്മാ ഗാന്ധി ने भी एक नमक की कहानी लिखी थी, മഹാത്മാ ഗാന്ധി തന്നെ ഒരു നമക്കിന്റെ കഹാനി എഴുതിയിട്ടുണ്ടായിരുന്നു. നമക് കി കഹാനി, ഉപ്പിന്റെ കഹാനി എഴുതിയിട്ടുണ്ടായിരുന്നു. വഹ് കഹാനി ഉനോനെ ബോൽക്കർ നഹി ലിഖി,
ആ കഹാനി അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ല എഴുതിയത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ല ആ കഹാനി എഴുതിയത്. ബോൽന പറഞ്ഞ പറയുക, ബോൽക്കർ പറഞ്ഞിട്ട്, നിഹീം ലിഖിയെ വഹ് കഹാനി ഉനോനെ ചൽക്കർ നഹി ലിഖി. ഈ കഹാനി അദ്ദേഹം നടന്നുകൊണ്ടല്ല എഴുതിയത്. വഹ് കഹാനി ഉനോനെ സൈക്കടോ മീൽ ചൽക്കർ ലിഖി ദി. വഹ് കഹാനി ആ കഥ അദ്ദേഹം സൈക്കടോ മീൽ 100 മൈൽ നടന്നിട്ടാണ് ഈ കഥ അദ്ദേഹം എഴുതിയത്. വഹ് ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോനെ ലിഖി ദി. അത് അദ്ദേഹത്തിനോടൊപ്പം നടന്ന ദേശത്തുള്ള എല്ലാ ജനങ്ങളും എഴുതിയതായിരുന്നു. ആ കഥ അദ്ദേഹത്തിനോടൊപ്പം നടന്ന ദേശത്തുള്ള എല്ലാവരും എഴുതിയതായിരുന്നു. വേ സബ് ഹമാരെ ദേശ് മേം അംഗ്രേസോ ദ്വാരാ കി ജാ രഹി അന്ധാധുന്ധ് ലൂട്ട് സേ ചിന്തിത് ദേ. जो हमारे देश को अंग्रेजों के चंगुल से छुड़ाना चाहते थे, जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. അതായത് ഗാന്ധിജി ഈ ഉപ്പിന്റെ കഥ എഴുതിയത് നടന്നിട്ട്, അതായത് സൈക്കടോ മീൽ ദൂർ ചൽക്കർ 100 കണക്കിന് ദൂരം 100 മൈൽ ദൂരം നടന്നിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ നടന്നവരും അത് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോ ദ്വാരാ ജാ രഹി അന്ധാധുന്ധ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത, ലൂട്ട് പറഞ്ഞ കൊള്ള, നിയന്ത്രണമില്ലാത്ത കൊള്ള. അംഗ്രേസോ ദ്വാരാ കി ജാ രഹി, ഇംഗ്ലീഷുകാർ ബ്രിട്ടീഷുകാർ മുഖേന ഉണ്ടായിട്ടുള്ള നിയന്ത്രണമില്ലാത്ത കൊള്ളയിൽ ചിന്തിതമായതായിരുന്നു. ജോ ഹമാരെ ദേശക്കു അംഗ്രേസോക്കെ, നമ്മുടെ ദേശത്തുള്ള ബ്രിട്ടീഷുകാരുടെ ചങ്കുൽ പറഞ്ഞ പിടുത്തം, ചങ്കുൽ സേ ചുടാന, അതായത് അവരുടെ പിടിയിൽ നിന്നും രക്ഷ നേടാൻ, ചങ്കുൽ സേ ചുടാന ചാത്തേത്, അവരുടെ പിടിയിൽ നിന്നും രക്ഷ നേടാൻ ആഗ്രഹിച്ചിരുന്നു. जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. ഭാരതദേശം നയീ തരസെ നല്ല രീതിയിൽ നടന്നു പോവാനുള്ള, അതായത് ഭാരതദേശം നന്നായിട്ട് പോവാനുള്ള സ്വപ്നം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. അതായത് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത് ഭാരതം നല്ല രീതിയിൽ അവിടെയുള്ള ജീവിതങ്ങളൊക്കെ നല്ല രീതിയിലാവണം എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും രക്ഷ നേടണം, അതിനു വേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോ ഈ പാരഗ്രാഫ് ഒന്നും കൂടെ പറയാം. ഉനോനെ ബോൽക്കർ നഹി ലിഖി, അദ്ദേഹം സംസാരിച്ചല്ല എഴുതിയത്. അദ്ദേഹം ഉനോനെ കഹാനി ഉനോനെ ചൽക്കർ ലിഖി ദി, അദ്ദേഹം ഈ കഥ എഴുതിയത് നടന്നിട്ടാണ്. വഹ് കഹാനി ഉനോനെ സൈക്കടോ മീൽ ചൽക്കർ ലിഖി ദി, അദ്ദേഹം ഈ കഹാനി 100 മൈൽ ദൂരം നടന്നിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ബഹു ഉൻകെ സാത്ത് ചൽക്കർ രഹിയെ ദേശ് ഭർ കെ ലോഗോനെ ലിഖി ദി, ഇത് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ദേശത്തുള്ള മറ്റാളുകളും ചേർന്ന് എഴുതിയതായിരുന്നു. അതായത് അവരെല്ലാവരും നടന്ന കഥയാണ് പറയുന്നത്. वे सब हमारे देश में अंग्रेजों द्वारा की जा रही अंधाधुंध लूट से चिंतित थे. वे सब ഹമാരെ ദേശമേ, അവരെല്ലാവരും നമ്മുടെ ദേശത്തിലുള്ള ബ്രിട്ടീഷുകാർ മുഖേന ഉണ്ടായിട്ടുള്ള നിയന്ത്രണമില്ലാത്ത കൊള്ളയിൽ ചിന്തിതരായിരുന്നു. വേ ഹമാരെ ദേശക്കു അംഗ്രേസോക്കെ ചങ്കുൽ സേ ചുടാന ചാത്തേതെ, നമ്മുടെ ദേശത്തുള്ളവര് ഈ ഹമാരെ ദേശക്കു അംഗ്രേസോക്കെ, ഈ ബ്രിട്ടീഷുകാരുടെ പിടുത്തത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു.
जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. ആർക്കാണോ ഭാരതദേശത്തിനെ നല്ല രീതിയിൽ നടത്തി പോവാനുള്ള സ്വപ്നം കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. അതായത് ഗാന്ധിജി നമ്മുടെ ഭാരതദേശം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ പിടുത്തത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. ഇത്രയും ഭാഗം നന്നായിട്ട് വായിച്ച് പഠിക്കുക. മീനിങ് ഒക്കെ അറിയാത്തത് ഇപ്പം എല്ലാത്തിൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട്. എല്ലാതും അറിയാത്തതൊക്കെ എഴുതി വെച്ച് പഠിക്കുക. ഇത് കുറച്ച് പ്രയാസമുണ്ട്. ഇത് നന്നായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ എത്രയോ പ്രാവശ്യം വായിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം വായിച്ചിട്ട് പഠിക്കാം. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.